ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മാവ് കുഴക്കവും പരത്തൊന്നും ചെയ്യാതെ നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ശരി, നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ സ്റ്റൗവിലേക്ക് ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 250 കപ്പിന് അരക്കപ്പ് ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ ഇതിലേക്ക് അരക്കപ്പ് തന്നെ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ അരക്കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അങ്ങനെ ഇപ്പോൾ ഇതിപ്പോൾ നമുക്കിവിടെ ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 250 കപ്പിന് തന്നെ 1 കപ്പ് ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഇതിലേക്ക് മുഴുവനായിട്ടുള്ള ശർക്കരയാണ് എടുത്തതെങ്കിൽ വെള്ളത്തിൽ ഉരുക്കിയെടുത്തതിന് ശേഷം അരിച്ചിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. കൂടെ ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1/4 ടീസ്പൂൺ ചുക്കുപൊടി, പിന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി, ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ഈ ശർക്കരപ്പാനി നമുക്ക് ഇതിൽ കിടന്നിട്ടൊന്ന് വറ്റി കിട്ടണം. ഇതുപോലെ വറ്റി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ ഒരു സ്റ്റേജെല്ലാം സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. ഒരുപാട് അങ്ങ് ഡ്രൈ ആക്കി എടുക്കണ്ട. ഇനി ഇത് നമുക്ക് അവിടെ മാറ്റി വെക്കാവുന്നതാണ്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 250 കപ്പിന് തന്നെ 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. കൂടെ ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. വെള്ളം ഒരുമിച്ച് അങ്ങ് ചേർത്ത് കൊടുക്കേണ്ട. ഇതുപോലെ കുറേശ്ശെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. മാവ് നമ്മൾ ഇതുപോലെ കലക്കിയെടുക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് ലൂസായി പോകാൻ പാടില്ല. നമുക്ക് തിക്കായിട്ടുള്ള ഒരു ബാറ്ററാണ് വേണ്ടത്. കട്ടകളൊന്നും കൂടാതെ നമുക്കിതുപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ കറക്റ്റ് അളവ് പറയുകയാണെങ്കിൽ 250 കപ്പിന് 1 കപ്പിന് 1 ടേബിൾ സ്പൂൺ വെള്ളത്തിൻ്റെ കുറവ്, അത്രയാണ് ഞാൻ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങളെടുക്കുന്ന പൊടിക്കനുസരിച്ച് ചെറിയ വ്യത്യാസം അങ്ങോട്ടോ ഇങ്ങോട്ടോ വന്നെന്നിരിക്കാം. അങ്ങനെ ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ കട്ടകളൊന്നും കൂടാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കട്ടിക്കായിരിക്കണം നമ്മൾ ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടത്. ഒരുപാട് അങ്ങ് ലൂസായി പോകാൻ പാടില്ല. ഈ ഒരു കട്ടിക്ക് തന്നെ ആയിരിക്കണം നമ്മൾ മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വാഴയില വേണം. ഞാനിവിടെ വാഴയില വാട്ടി കഴുകി എടുത്തിരിക്കുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ വെള്ളം ഇതുപോലെ മുഴുവനായിട്ടും തുടച്ചു മാറ്റാം. ഇനി നമുക്ക് ഈ വാഴയിലയിലേക്ക് അല്പം നെയ്യ് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി മാറ്റി വെച്ച മാവ് ഓരോ തവി ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഇതുപോലെ പതിയൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി മാറ്റി വെച്ച ആ ഫില്ലിങ്ങില്ലേ, അത് നമുക്കിതിൻ്റെ ഒരു സൈഡിൽ ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം. ഞാനിപ്പം 1 ടേബിൾ സ്പൂണോളം ഫില്ലിങ് ഇതിൻ്റെ ഒരു സൈഡിൽ ഇതുപോലെ നിരത്തി അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരു സൈഡിൽ ഫില്ലിങ് നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ വാഴയില ഇതുപോലെ അങ്ങ് മടക്കി കൊടുക്കാം. ഇതുപോലെ മടക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് ആവിയിൽ വേവിച്ചെടുക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് പെട്ടെന്ന് തന്നെ ഇറക്കി വെച്ച് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നല്ല പോലെ തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ബാക്കിയുള്ള വാഴയിലയും ഇതുപോലെ വാട്ടി കഴുകി തുടച്ചെടുത്തതിന് ശേഷം അല്പം നെയ്യ് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഓരോ തവി മാവ് നമുക്കിതിലേക്ക് അങ്ങ് കോരി ഒഴിച്ച് കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് ഇതുപോലെ അങ്ങ് പരത്തി കൊടുത്താൽ മതി. ഇനി നമുക്കിതിൻ്റെ ഒരു സൈഡിൽ നമ്മൾ റെഡിയാക്കി മാറ്റി വെച്ച ഫില്ലിങ് ഇതുപോലെ അങ്ങ് നിരത്തി വെച്ച് കൊടുക്കാം. ഇനി ഈ വാഴയില ഇതുപോലെ അങ്ങ് മടക്കി കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ആവി കയറ്റിയെടുക്കുന്ന പാത്രത്തിലേക്ക് അങ്ങ് ഇറക്കി വെച്ച് കൊടുക്കണം. ബാക്കിയുള്ളതും നമുക്ക് വാഴയിലയിലേക്ക് മാവ് കോരി ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ പരത്തിയതിന് ശേഷം ഇതിലേക്ക് അങ്ങ് ഇറക്കി വെച്ച് കൊടുക്കാം. അങ്ങനെ ഇതിപ്പോൾ എല്ലാതും ഞാൻ ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് കൊടുത്തിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു 10 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുത്താൽ മതി.
അങ്ങനെ ഇതിപ്പം വേവാൻ തുടങ്ങിയിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തുറന്ന് നോക്കാം. നമ്മൾ ഇലയുടെ എല്ലാം നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. അങ്ങനെ ഇതാ നല്ല ടേസ്റ്റി ആയതും അതുപോലെ തന്നെ നമുക്ക് മാവ് കുഴക്കവും പരത്തുമൊന്നും ചെയ്യാതെ നല്ല സോഫ്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഇലയുടെ നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. കുട്ടികളെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്കും കൂടിയാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാനും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.